السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه أما بعد. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിറവുകളാണോ കുറവുകളാണോ ഉള്ളത് എന്ന് പരിശോധിച്ചാൽ കുറവുകൾ വളരെ കുറവായിരിക്കും, നിറവുകൾ കൂടുതലായിട്ടും കാണാം. അങ്ങനെയാണെങ്കിൽ ആ നിറവുകൾക്ക് അള്ളാഹുവിനോട് നാം എപ്പോഴും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, നിങ്ങളിൽ നിന്ന് ഒരാൾ പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ അവൻ്റെ സ്വന്തം ശരീരത്തിലും അവൻ്റെ കുടുംബത്തിലും ഫാമിലിയിലും മക്കളിലുമൊക്കെ ഒരു നിർഭയത്വം അവന് ലഭിച്ചു എങ്കിൽ, അതേപ്രകാരം ശരീരത്തിൽ ആരോഗ്യവുമുണ്ട് എങ്കിൽ, അന്നത്തെ ഭക്ഷണവും ഹലാലായ നിലക്ക് കയ്യിലുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഫകഅന്നമാ ഹീസത്ത് ലഹു ദുനിയാ ബിഅസ്രിഹ, അവന് ദുന്യാവ് മുഴുവനും കിട്ടിയവനെ പോലെയാണ്. അത്രക്കും അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ പ്രഭാതത്തിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഒരു ശത്രുവിനെയോ അല്ലെങ്കിൽ ആരെയും പേടിക്കേണ്ട ഒരവസ്ഥ നമുക്കില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, കുടുംബത്തിലും പ്രത്യേകമായി പ്രശ്നങ്ങളൊന്നുമില്ല, ഫാമിലി സേഫാണ്, അതേപ്രകാരം കഴിക്കാനുള്ള ഭക്ഷണവുമുണ്ട്. ഇത് ഏറ്റവും വലിയ നിഅമത്തായിട്ടാണ് നാം കാണേണ്ടത്. ഇത് നിറകുടമാണ്, എന്തല്ല കുറവല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഉള്ളത് എങ്കിൽ അന്നത്തെ ദിവസം, അങ്ങനെയുള്ള ആ ദിവസങ്ങളിലൊക്കെ പിന്നീട് മുന്നോട്ട് നാം ഗമിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാരണം അവനാണല്ലോ ഈ അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നത്. അവനോട് ഒരു ദോഷവും നാം ചെയ്യരുത്. മാത്രവുമല്ല, ഇബാദത്തിലും ദിക്റിലുമായി അക്ഷീണം നാം വ്യാപൃതരാവണം. കാരണം അത്രയും വലിയ നിഅമത്തുകളും അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് ചെയ്ത് തന്നതുകൊണ്ടാണത്. ഇദാ മാ കസാക ദഹ്റു സൗബാ മസഹത്തിൻ വലം യഖ്ലു മിൻ ഖൂത്തിൻ യുഹല്ലാ വയഅ്ദുബു ഫലാ തഗ്ബിതന്നൽ മുത്രഫീന ഫഇന്നഹു അലാ ഹസ്ബി മാ യുഅ്തീഹി മുദ്ദഹ്റു യസ്ലുബു. നിനക്ക് നിന്റെ ജീവിതകാലം മുഴുവനും ആരോഗ്യമാകുന്ന ആ വസ്ത്രം നിനക്ക് ലഭിച്ചു എങ്കിൽ, അതുപോലെ നല്ല ഭക്ഷണവും ഹലാലായ നിലക്കുള്ള വെള്ളവും ഭക്ഷണവും നിനക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ, പിന്നെ നീ ആഡംബരമായി ജീവിച്ച് നടക്കുന്ന ആളുകളെ കണ്ട് അതിലേക്ക് ആശ ഉള്ളവനായി ആവരുത്. ആഡംബരത്തിൽ ജീവിക്കുന്നവരെ പോലെ ആവണം എന്ന് നീ ആഗ്രഹിക്കരുത്. കാരണം ഫഇന്നഹു അലാ ഹസ്ബി മാ യുഅ്തീഹി മുദ്ദഹ്റു യസ്ലുബു, അവർക്ക് കൊടുത്തതുപോലെ കാലം അവരെ കയ്യിൽ നിന്ന് ആഡംബരത്തെ തിരിച്ചു വാങ്ങുകയും ചെയ്യും. അത് കണ്ടിട്ട് അതുപോലെ എനിക്കാവണം എന്ന് നീ ആഗ്രഹിച്ചു പോകരുത്. എനിക്ക് ഏറ്റവും വലിയ നിഅമത്താണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ആരോഗ്യമുണ്ട്, ഭക്ഷണമുണ്ട്, നിർഭയത്വമുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായി കണ്ട് അതിൻ്റെ നന്ദിയുമായി മുന്നോട്ട് പോയി അതിനെ നിലനിർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.